നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫ് ആദ്യം മുതൽ തുടങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ? ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താൻ, നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യാൻ. ഒരു ചെറിയ ബട്ടൺ അതമർത്തിയാൽ മാത്രം മതി പഴയതെല്ലാം മാഞ്ഞ് ഒരു പുതിയ തുടക്കം കിട്ടും. അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിലെന്ന് ഒരു പ്രാവശ്യമെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തിനും ഏതിനും റീഫ്രഷ് ബട്ടണുള്ള ഈ കാലത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് മാത്രം അതില്ലാത്തത്? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ ഒന്ന് ഹാങ് ആയാൽ നമുക്കത് റീഫ്രഷ് ചെയ്യാം. ലാപ്ടോപ്പ് സ്ലോ ആയാൽ അത് റീസ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ലൈഫ് ഹാങ് ആയാലോ? നമ്മുടെ ഫോണിൽ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ആപ്പൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് പുതിയ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതേപോലെ ഗാലറിയൊക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ ഫോണിൽ സ്പേസ് ഉണ്ടാക്കിയെടുക്കാറില്ലേ? അതേപോലെ നമ്മുടെ ലൈഫിനെ ഒന്ന് മൊത്തത്തിൽ ക്ലിയർ ആക്കി റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എത്ര വലിയ പ്രശ്നത്തെ നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ ലൈഫിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതിനുവേണ്ട ടിപ്സുകളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി വീഡിയോ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റാണ് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക. അതായത് നിങ്ങളുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സ് പറയുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സ്വന്തമായിട്ടൊന്ന് ചോദിക്കുക. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ്, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക. 2, വീടൊന്ന് ഡീക്ലട്ടർ ചെയ്യുക. അതായത് പഴയ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി റീഅറേഞ്ച് ചെയ്യണം. അപ്പോഴാണ് വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ വരുന്നത്. നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാത്തതെല്ലാം എടുത്തു കളയുക. അതിനോടൊപ്പം തന്നെ വീട്ടിലൊരു റീഅറേഞ്ച്മെൻറ്റും നടത്തുക. സോഫ, അലമാര, ബെഡ് ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റുക. നിലവിലുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തിയെടുക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പറ്റുവാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സും മറ്റുമൊക്കെ കൊണ്ടുവയ്ക്കാം. അതേപോലെ എന്തെങ്കിലും ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. നമുക്ക് പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിലൊരു മാറ്റം വരുത്താം. 3, റീസെറ്റ് യുവർ മൈൻഡ്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഒരു തരത്തിലുള്ള ശല്യപ്പെടുത്തലുകളും ഇല്ലാതെ ശാന്തമായിട്ട് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കിയാൽ മാത്രമേ ഇത് ചെയ്തതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. തുടർച്ചയായി ആപ്പുകൾ തുറന്നിട്ടാൽ കമ്പ്യൂട്ടർ ഹാങ് ആവുന്നത് പോലെ എപ്പോഴും മനസ്സിൽ ഈ ചിന്തകൾ മാത്രം നിറഞ്ഞു നിന്നാൽ നമ്മുടെ മനസ്സ് തളരും. ഈ 10 മിനിറ്റ് ഒരു പോസ് ബട്ടൺ അമർത്തുന്നത് പോലെയാണ്. ഇങ്ങനെ കുറച്ച് സമയം ശാന്തമായി ഇരിക്കുന്നത് നമ്മുടെ ഉന്മേഷം തിരികെ നൽകാനും തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാനും സഹായിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫോൺ സൈലൻ്റ് ആക്കി ദൂരെ മാറ്റി വെക്കണം. ഈ 10 മിനിറ്റ് പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. 4, നമ്മൾ തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വേഗം തന്നെ മറ്റൊരാളോട് പറയൂലേ? അപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഫ്രണ്ടാക്കി മാറ്റുക എന്നതാണ്. കാരണം നമ്മളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് മാത്രമേ കഴിയൂ. ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത് മറ്റൊരാളോട് പറയുന്നതിന് പകരം നമ്മൾക്ക് വേണ്ടി ഒന്നിരിക്കുക. അതായത് ഒരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു പേജ് എടുത്താലും മതി. നിങ്ങളുടെ മൈൻഡിൽ എന്താണ് സ്ട്രെസ്സായിട്ട് നിൽക്കുന്നത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു സൊല്യൂഷൻ കൂടി വേറൊരു സൈഡിൽ എഴുതി കൊടുക്കുക. ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ തന്നെ കണ്ടു തുടങ്ങിയാൽ നമുക്ക് സ്വന്തമായി അഭിമാനം തോന്നും. നമുക്ക് നമ്മളോട് തന്നെ ഒരിഷ്ടം തോന്നും. നമ്മുടെ കാര്യങ്ങൾ എല്ലാ സമയത്തും എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി സമയമോ സൗകര്യമോ ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെ എഴുതുന്നത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളോട്, ഒരു സുഹൃത്തിനോട് കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു പേജ് എടുത്ത് ഒന്ന് എഴുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. മൈൻഡ് കുറേയൊക്കെ അങ്ങ് ഫ്രീ ആയി കിട്ടും. നമ്മൾ പുറത്ത് എത്രയൊക്കെ ക്ലീനാക്കി നീറ്റാക്കി ഇട്ടാലും നമ്മുടെ മൈൻഡിലെ മെസ്സ് ക്ലീൻ ആക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിന് പറ്റിയ നല്ലൊരു സിമ്പിൾ സ്റ്റെപ്പാണ് ഇത്. 5-ാമത്തെ പോയിൻ്റാണ്
വിഷ്വലൈസ് യുവർ ബെസ്റ്റ് വേർഷൻ. വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. നമുക്ക് ആഗ്രഹമുള്ള കാര്യത്തെ കണ്ണടച്ചിരുന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ആ കാഴ്ചകൾ നമ്മൾ മനസ്സിൽ കാണുന്നതിനെയാണ് ഈ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അവിടെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഭാവിയിൽ ആരാകണം, എന്താവണം എന്നതിനെക്കുറിച്ച് കണ്ണടച്ചിരുന്ന് ആ ഒരു ചിത്രം മനസ്സിൽ കാണുക. നമ്മുടെ ഏറ്റവും നല്ല വേർഷൻ. ഏറ്റവും നല്ലതായാൽ എങ്ങനെയായിരിക്കും? ആ ഒരു കാര്യം ആലോചിക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരു വീട്ടമ്മയാകണം. എല്ലാ കാര്യങ്ങളും പ്രൊഡക്റ്റീവായി ചെയ്യണം. നല്ലൊരു ജോലി വേണം. സാമ്പത്തിക ബാധ്യതകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയി മാറി നല്ല ഹാപ്പി ആയിരിക്കണം. കുട്ടികളെ നന്നായിട്ട് നോക്കണം. ഇങ്ങനെ എന്താണെങ്കിലും നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് ഒന്ന് കണ്ണടച്ചിരുന്ന് മനസ്സിലേക്ക് ആലോചിച്ചെടുക്കുക. നിങ്ങൾക്ക് എന്താവണം എന്നുള്ളതും ആലോചിച്ചെടുക്കുക. 6. ക്ലീൻ യുവർ സ്പേസ്. കാരണം ലൈഫ് റീസെറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ പലരും പ്രൊഡക്ടിവിറ്റി, ഹാബിറ്റ്സ്, മോട്ടിവേഷൻ ഇതൊക്കെയാണ് നോക്കുക. പക്ഷെ ശരിക്കും നമ്മൾ നിൽക്കുന്ന സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രമേ നമ്മുടെ മൈൻഡ് ക്ലീൻ ആവത്തുള്ളൂ. നമ്മുടെ റൂമും മറ്റും ഒന്നും അത്ര ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ മൊത്തത്തിൽ ഒരു മടുപ്പായിരിക്കും. ഒന്നും ചെയ്യാൻ തോന്നില്ല. സോ നമ്മുടെ സ്പേസ് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. 7ാമത്തെ പോയിൻ്റാണ് റീസെറ്റ് യുവർ ബോഡി. നമ്മൾ നിരന്തരം ജോലികൾ ചെയ്യുമ്പോഴും പല തിരക്കുകളിലും ഓടുമ്പോഴും ശരീരം വല്ലാതെ ക്ഷീണിക്കാറുണ്ട്. നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കുന്നത് പോലെ തന്നെ ഇടയ്ക്ക് ശരീരത്തിനും ഒരു ക്ലീനിങ് കൊടുക്കുക. തുടർച്ചയായ ജോലിയും തിരക്കുകളും കാരണം ശരീരം വല്ലാതെ തളരുമ്പോൾ അതിനൊരു ചെറിയ ബ്രേക്ക് നൽകി റീസെറ്റ് ചെയ്യുക. കൂടാതെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക. ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയും ധാരാളം വെള്ളം കുടിച്ചും കൊണ്ട് ശരീരത്തെ ഒന്ന് റീസെറ്റ് ചെയ്യാം. അത് നമ്മളെ കൂടുതൽ ആക്റ്റീവാക്കും. അതോടൊപ്പം നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് നല്ല ഉറക്കം. ശരീരത്തിനുള്ള ഏറ്റവും വലിയ റീസെറ്റ് ബട്ടൺ ഉറക്കമാണ്. ഒരു ദിവസത്തെ മുഴുവൻ ക്ഷീണവും മാറ്റാൻ നല്ലൊരു ഉറക്കത്തേക്കാൾ മികച്ചതായിട്ട് ഒന്നുമില്ല. അലാറം അടിക്കുന്നതിന് മുൻപ് വരെ കിടന്നുറങ്ങി ശരീരത്തിന് ആ റീസെറ്റ് പവർ കൊടുത്തു നോക്കൂ. അടുത്ത ദിവസം നിങ്ങൾക്ക് ഉന്മേഷത്തോടെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നിയേക്കാം, ഇതൊക്കെ എളുപ്പമല്ലേ പറയാൻ, പക്ഷേ പ്രാവർത്തികമാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന്. അത് സ്വാഭാവികമാണ്. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മളുടേതായ ശീലങ്ങളും ഭയങ്ങളും സങ്കടങ്ങളും ഒക്കെയുള്ളവരാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതമെന്ന് പറയുന്നത് ഒരു വലിയ പുസ്തകം പോലെയാണ്. കഴിഞ്ഞ കുറച്ച് പേജുകളിൽ നടന്നത് എന്തുമായിക്കോട്ടെ, അത് സങ്കടമാണോ, പരാജയമാണോ, അതോ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്ന് തോന്നുന്ന ഒരു കാലമാണോ, അതൊന്നും സാരമില്ല. ആ പേജുകൾ നമ്മൾ മറിച്ചു കഴിഞ്ഞു. ഇനി മുന്നിലുള്ളത് എഴുതപ്പെടാത്ത തിളങ്ങുന്ന കുറേ വെള്ള പേജുകളാണ്. അവിടെ എന്താണ് എഴുതേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അത് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക. തുടങ്ങാൻ ഒരിക്കലും ഒരു പ്രത്യേക സമയത്തിൻ്റെ ആവശ്യമില്ല. അടുത്ത തിങ്കളാഴ്ചയോ അടുത്ത മാസമോ പുതിയ വർഷമോ ഒന്നും ആകേണ്ടതില്ല. ഈ നിമിഷം, ഇപ്പോൾ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞതൊക്കെ ഒരു പാഠമായി കാണുക, അത്രമാത്രം. ആ പാഠങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തനാക്കി മാറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഇടയ്ക്കൊന്ന് വീണു പോകുന്നത് അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്നത് പരാജയമല്ല. വീണു പോയെടുത്ത് തന്നെ എഴുന്നേൽക്കാതെ കിടക്കുന്നതാണ് പരാജയം. ഇന്നു മുതൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി തുടങ്ങൂ. ഒരുപക്ഷെ ചെറിയൊരു മാറ്റം മതിയാകും നാളെ നിങ്ങൾ എവിടെയായിരിക്കും എന്ന് തീരുമാനിക്കാൻ. സ്വയം ഒന്ന് സ്നേഹിച്ചു തുടങ്ങൂ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത മാറ്റിവെച്ച് എനിക്ക് എന്താണ് വേണ്ടത്, എന്തിലാണ് എനിക്ക് സന്തോഷം എന്ന് കണ്ടെത്തൂ. നിങ്ങൾ ഒരുപാട് പ്രത്യേകതകളുള്ള, കഴിവുകളുള്ള ഒരാളാണ്. ആ കഴിവുകളെ പുറത്തെടുക്കാനുള്ള ഒരു റീഫ്രഷ് ബട്ടണാണ് ഇന്ന് നിങ്ങൾ ഈ അമർത്തിയത്. അതുകൊണ്ട് പേടിക്കണ്ട. നമുക്ക് ഒന്നുകൂടി തുടങ്ങാം. ഒരു നല്ല നാളെയുടെ തുടക്കം ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതത്തിലേക്ക് എത്തുന്നത് വരെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.